വൈകുന്നേരം ഗ്രാമം മുഴുവൻ ഒരു പ്രത്യേക ആവേശം നിറഞ്ഞിരുന്നു. ആകാശം ചുവപ്പ്, മഞ്ഞ, പർപ്പിൾ എന്നിങ്ങനെ ഇടകലർന്ന നിറമായി മാറിയപ്പോൾ ചെറിയ ചന്ദ്രക്കല മൃദുവായി തെളിഞ്ഞു. റമലാൻ തുടങ്ങി എന്ന് കുട്ടികൾ വിളിച്ചു പറഞ്ഞു. മസ്ജിദിന്റെ വിളക്കുകൾ തെളിഞ്ഞു. കാറ്റുപോലും സന്തോഷത്തോടെ വീശുന്ന പോലെ തോന്നി. എല്ലാ കുട്ടികളും പുതിയ നിറമുള്ള വിളക്കുകളുമായി ഓടിക്കളിച്ചു. പക്ഷേ അവരിൽ നിന്നും കുറച്ചകലെ പഴയതും പുട്ടിയതുമായ ഒരു വിളക്കു പിടിച്ച് അയാൻ നിൽക്കുകയായിരുന്നു. അത് ഒരു സാധാരണ വിളക്കായിരുന്നില്ല. കഴിഞ്ഞ റമലാനിൽ അവന്റെ ഉപ്പ തന്ന സമ്മാനമായിരുന്നു അത്. തറാവീഹ നമസ്കാരം കഴിഞ്ഞപ്പോൾ മസ്ജിദിന്റെ പുറത്ത് ചിരിയും കളിയും നിറഞ്ഞിരുന്നു. അയാനെ, പുതിയ വിളക്ക് വാങ്ങിയില്ലേ? ഒരു സുഹൃത്തു ചോദിച്ചു. അയാൻ മൃദുവായി ചിരിച്ചു. ഇതെന്റെ ഉപ്പ തന്നതാണ്. അവന്റെ കണ്ണുകളിൽ ഒരു ചെറിയ ശൂന്യതയുണ്ടായിരുന്നു. ആ രാത്രി മസ്ജിദിൽ മൃദുവായ ചന്ദ്രപ്രകാശം വീണു. പ്രാർത്ഥനാ പായയിലിരുന്ന് അയാൻ കൈകൾ ഉയർത്തി. യാ അല്ലാ, എന്റെ ഉപ്പാനെ സുരക്ഷിതനായി കാത്തുസൂക്ഷിക്കണേ. അവന്റെ ശബ്ദം ചെറുതായിരുന്നു, പക്ഷേ വിശ്വാസം വലിയതായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അയാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. മസ്ജിദിന്റെ മതിലിനരികിൽ ഒരു വയോധികൻ ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ക്ഷീണം, മുഖത്ത് വിശപ്പിന്റെ രേഖ. നമസ്കാരത്തിന് ശേഷം അവൻ ഓടിപ്പോയി തന്റെ ഭക്ഷണം ആ വയോധികന്റെ കൈകളിൽ വെച്ചു. ആ നിമിഷം അവരുടെ കണ്ണുകൾ സംസാരിച്ചു. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, വയോധികൻ പറഞ്ഞു. ഇഫ്താർ സമയത്ത് ഉമ്മ ചോദിച്ചു, അയാനെ എന്താ കുറച്ചു മാത്രം കഴിക്കുന്നു? എനിക്ക് മതിയായി ഉമ്മി. അയാൻ മറുപടി പറഞ്ഞു. ഒരു രാത്രി കാറ്റും മഴയും ചേർന്ന് ഗ്രാമം മുഴുവൻ വിറപ്പിച്ചു. അയാന്റെ പഴയ വിളക്ക് അവന്റെ കയ്യിൽ നിന്ന് വീണു, തകർന്നു. അവൻ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. ഉപ്പ, നിങ്ങൾ എവിടെയുണ്ടായിരുന്നെങ്കിൽ? അവന്റെ ഹൃദയം മിണ്ടാതെയായിരുന്നു. ടക് ടക്. വാതിൽ തുറന്നപ്പോൾ ഒരു പാർസൽ. അത് വിദേശത്തുള്ള ഉപ്പയിൽ നിന്ന്. ബോക്സ് തുറന്നപ്പോൾ ഒരു പുതിയ വിളക്ക്, ഒരു വെളുത്ത കുർത്ത, ഒരു കത്ത്. നിന്റെ ഹൃദയം ഒരു വിളക്ക് പോലെ പ്രകാശിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ആ വാക്കുകൾ അയാൻ ആ വിളക്ക് ചേർത്ത് പിടിച്ചു. പഠിപ്പിക്കുന്നു. ഈദ് ചന്ദ്രൻ തെളിഞ്ഞപ്പോൾ അയാൻ വയോധികന്റെ അടുത്തേക്ക് പോയി. കയ്യിലൊരു ചെറിയ തസ്ബീഹ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ കരുണ എന്റെ ഇരുട്ടിൽ വെളിച്ചമായി. അന്ന് അയാൻ മനസ്സിലാക്കി, വിളക്ക് മാത്രം പ്രകാശമല്ല, നമ്മുടെ നന്മയാണ് യഥാർത്ഥ പ്രകാശം. ഈ റമദാനിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ